ഗതിയും രൂപവും ഭാവവും മാറിയ പുന്നപ്പുഴ ഉരുൾപൊട്ടലിന്റെ ആദ്യ ഇരയായിരുന്നു. മരങ്ങളും പാറക്കല്ലുകളും ഒഴുകി വന്ന് 8 കിലോമീറ്ററോളം പുഴ ഗതിമാറി ഒഴുകി. ഉരുൾപൊട്ടലിന് ശേഷം പുഴയെ വീണ്ടെടുക്കാനുള്ള ദൗത്യം തുടങ്ങിയത് ഏപ്രിൽ 17 മുതൽ. പുഴയിൽ അടിഞ്ഞുകൂടിയ 50 ലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് നീക്കേണ്ടത്. 195 കോടി രൂപ ചെലവിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. ജലവിഭവ വകുപ്പിനാണ് മേൽനോട്ട ചുമതല. കൃത്യമായിട്ട് ക്രിറ്റിക്കൽ ഏരിയകൾ നമ്മൾ കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വില്ലേജ് റോഡ് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് എക്സ്കവേഷൻ ചെയ്തുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെള്ളം കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തി അവിടെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മുന്നിലുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ബെയിലി ബ്രിഡ്ജാണ്. പുതിയൊരു ബ്രിഡ്ജിൻ്റെ വരുന്നത് വരെ നമുക്ക് ബെയിലി ബ്രിഡ്ജിനെ 2 വർഷത്തേക്ക് നമുക്കിവിടെ ബെയിലി ബ്രിഡ്ജ് ആവശ്യമാണ്. റോക്ക് ലേയിങ് ചെയ്തുകൊണ്ട് തന്നെ 400 മീറ്ററോളം റോക്ക് ലേയിങ്, അതേപോലെ തന്നെ 1 കിലോമീറ്ററോളം എക്സ്കവേഷൻ നമ്മൾ ഇപ്പം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പടവട്ടിക്കുന്ന് പുന്നപ്പുഴയും ഒന്നിക്കുന്ന 2 ഭാഗങ്ങളുണ്ട്. അതിനെ രണ്ടിനും വേറെ വേറെ രീതിയിൽ വെള്ളം ഒഴുകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രവൃത്തിയുടെ ഭാഗമായി പുഴയിലെ കല്ലും മണ്ണും മരാവശിഷ്ടങ്ങളും നീക്കുന്ന പ്രവൃത്തി ഏകദേശം 2 കിലോമീറ്ററിൽ പൂർത്തിയായി. ബെയിലി പാലത്തിന്റെ സംരക്ഷണത്തിനായി ഇരുവശത്തുമായി ചതുരാകൃതിയിൽ നെറ്റ് സ്ഥാപിച്ച് അതിൽ കല്ലിറക്കി ഉറപ്പിക്കുന്ന ഗാബിയോൺ നിർമ്മാണ രീതിയിൽ സംരക്ഷണം തീർക്കുന്ന പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. പുഴയെ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി കോരിയെടുത്ത മണ്ണും കല്ലുമെല്ലാം പുഴയോട് ചേർന്ന് തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. കാലവർഷ ആരംഭത്തിൽ തന്നെ ഇതിൽ ഭൂരിഭാഗവും തിരിച്ച് പുഴയിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ അതുവരെ നടത്തിയ പ്രവൃത്തികൾ വെറുതെയായി. മഴ കഴിയുന്ന മുറയ്ക്ക് നവീകരണ പ്രവൃത്തികൾ വേഗം പൂർത്തീകരിക്കാനാണ് നീക്കം. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.